ഭിന്നസംഖ്യകൾ അഥവാ ഫ്രാക്ഷൻസ്. ഭിന്നസംഖ്യകൾ അഥവാ ഫ്രാക്ഷൻസ്. നമുക്കിവിടെ ഒരു കണക്ക് നോക്കാം. ഒരു 3 ഭിന്നസംഖ്യകൾ കൂട്ടുക എങ്ങനെ നോക്കാം. 1/3 പ്ലസ് 2/4 പ്ലസ് 1/5 എന്നുണ്ട് വിചാരിക്കട്ടെ. 1/3 പ്ലസ് 2/4 പ്ലസ് 1/5. ഈ ഭിന്നസംഖ്യയെ എങ്ങനെ കൂട്ടാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഭിന്നസംഖ്യകൾ തുല്യമല്ലെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഭിന്നസംഖ്യകളിൽ പൊതുഘടകങ്ങളുണ്ടെങ്കിൽ അവയുടെ ലസാഗു കാണുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ 3ലും 4ലും 5ലും പൊതുവായ ഘടകങ്ങളില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ 3നും കൂടി ഗുണിച്ചാൽ ഒരു പൊതുഛേദം കിട്ടും. അതിൻ്റെ LCM ആയിട്ട് നമുക്ക് എടുക്കാം. LCM കാണണം. ഇവിടെ ഈ ഛേദങ്ങളുടെ LCM കാണാൻ എന്ത് ചെയ്യും? ഛേദങ്ങളുടെ ലസാഗു കാണാണ് ചെയ്യുക. അതിന് പകരം ഇവിടെ പൊതുഘടകങ്ങൾ ഈ 3 എണ്ണത്തിൽ ഇല്ലാത്തത് കൊണ്ട് അത് 3ഉം കൂടി ഗുണിച്ച് കിട്ടുന്ന സംഖ്യ തന്നെയാണ് ഇവിടെ LCM വരിക. ഇപ്പോൾ 3 12 15 60 ഇതിൻ്റെ LCM. അപ്പോൾ ഈ 3 ഛേദങ്ങൾക്കും പകരമായിട്ട് നമുക്ക് ഈ 60 എന്ന സംഖ്യയെ ഛേദമായിട്ട് എടുക്കാം. അപ്പോൾ എങ്ങനെ വരും? 60 എന്നുള്ളത് പൊതുഛേദമായിട്ട് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് 1/3, 2/4, 1/5 പകരം 60 എന്നുള്ളത് എടുക്കണം. അപ്പോൾ ഈ 1/3 പ്ലസ് 2/4 പ്ലസ് 1/5 ഈ ക്വസ്റ്റ്യന് പകരം നമ്മൾ പൊതുഛേദമായിട്ട് 60 എടുക്കുമ്പോൾ ഈ 60 കിട്ടാൻ ആദ്യത്തെ ഭിന്നസംഖ്യയിലെ 3നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണോ 60 കിട്ടുക അതേ സംഖ്യ കൊണ്ട് തന്നെ അതിൻ്റെ അംശത്തെയും ഗുണിക്കണം. 3നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 60 കിട്ടുക? 3നെ 20 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 60 കിട്ടുക. അപ്പോൾ അതേ 20 കൊണ്ട് അതിൻ്റെ അംശത്തെയും ഗുണിക്കണം, അല്ലെങ്കിൽ വിലയിൽ വ്യത്യാസം വരും. ഇനി ഈ 60 കിട്ടാൻ 4നെ എത്ര കൊണ്ട് ഗുണിക്കണം? 4 15 60. അപ്പോൾ അതേ 15 കൊണ്ട് അതിൻ്റെ അംശമായ 2നെയും ഗുണിക്കണം. ഇനി 5നെ എത്ര കൊണ്ട് ഗുണിക്കണം? 60 കിട്ടാൻ 12 5 60. അപ്പോൾ അതിൻ്റെ അംശമായ 1നെയും നമുക്ക് 12 കൊണ്ട് ഗുണിക്കണം, അല്ലെങ്കിൽ വിലയിൽ വ്യത്യാസം വരും. അതാണ്. അപ്പോൾ ഛേദം എല്ലതും 60 തന്നെയായി. 3 20 60, 15 4 60, 12 5 60. അപ്പോൾ ഛേദം തുല്യാക്കി. ഇനി അംശങ്ങൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വിലകൾ കൊടുത്തു. ഇനി 1 20 20 പ്ലസ് 2 15 30 പ്ലസ് 1 12 12/60 ഇങ്ങനെ കിട്ടി. ഇനി ഈ അംശങ്ങളെല്ലാം കൂടി നമുക്ക് കൂട്ടിയിട്ട് ഈ ഛേദം എഴുതുകയാണ് വേണ്ടത്. അംശം ഏതൊക്കെയാണ്? 20 പ്ലസ് 30 പ്ലസ് 12. ഇത് 3ഉം കൂടി കൂട്ടണം. 2 2 3 5 6 62 എന്ന് കിട്ടി. അപ്പോൾ എത്ര കിട്ടും? 62/60 എന്ന മറ്റൊരു ഭിന്നസംഖ്യയാണ് നമുക്ക് കിട്ടിയത്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഛേദവും അംശം കൂടി ഹരിച്ചിട്ടൊരു മിശ്ര ഭിന്നാക്കിയിട്ട് മാറ്റാം. 62ൽ എത്ര 60? 160 60. ബാലൻസ് 2/60. ഇങ്ങനൊരു മിശ്ര ഭിന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ എഴുതാം. 1 2/60 എന്ന് എഴുതാം.